ഒരു നൂതന സാങ്കേതിക വിദ്യകളുടെയും സഹായം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മുടെ പഴയ വൈദ്യന്മാർ നമ്മളുടെ ശരീരത്തിൽ വരാൻ പോകുന്ന രോഗങ്ങളെ പോലും മുൻകൂട്ടി കണ്ടുപിടിച്ച് അതിനുള്ള പരിരക്ഷയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു അതിശയോക്തിയാണോ? തീർച്ചയായിട്ടും ആയുർവേദത്തിൽ അഷ്ടവിധ പരീക്ഷകളെക്കുറിച്ച് പറയാറുണ്ട്. അതിൽ ജിഹ്വ പരീക്ഷ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നാക്ക് മാത്രം പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ പറ്റുമോ എന്നും ഒരു ഡോക്ടറിന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറയാം. ആയുർവേദത്തിൽ ജിഹ്വ പരീക്ഷ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ട് തന്നെ പരാമർശിക്കാറുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ നാക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാക്കിന് പുറത്ത് വെളുത്ത പാട പോലെ അല്ലെങ്കിൽ കോട്ടിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങളതിന് ജിഹ്വ ഉപലേപത്തം എന്നാ പറയാം. അതും എന്താ നിങ്ങളെ കാണിക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ ഗട്ടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം വളരെ മോശമാണ്, നിങ്ങളുടെ ദഹനം വളരെ മോശമാണ്, നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല, ആമത്വം അല്ലെങ്കിൽ ഒരു ടോക്സിൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അത് ഗ്രാജുവലി നിങ്ങൾക്ക് ചിലപ്പോൾ വാദമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറഗുലർ ബവൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് മോഷൻ ഇഷ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് ഒക്കെ ആയിട്ടും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നേച്ചർ, പ്രകൃതി, നിങ്ങളുടെ ദോഷമൊക്കെ അസസ് ചെയ്ത് ഒരു ഡോക്ടറിന്, ആയുർവേദ ഡോക്ടറിന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ നാക്കിന് നല്ല ചുവപ്പ് നിറമായിട്ട് വരുന്നുണ്ട് നേരത്തേതിനെക്കാട്ടിൽ എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പിത്തദോഷദുഷ്ടി, നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഞ്ചെരിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിത്തദോഷത്തിൻ്റെ വൈകൃതമുണ്ടോ നമ്മൾ അസസ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ നാക്കിൽ ചെറിയ ബൈറ്റ് മാർക്ക് പോലെ ചെറിയ ചെറിയ ക്രാക്സും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടോ, നിങ്ങൾക്ക് രസക്ഷയമുണ്ടോ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ എന്നൊക്കെ അസസ് ചെയ്തായിരിക്കും. അതായത് നിങ്ങളുടെ നാക്ക് മാത്രം കണ്ടുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നില, നിങ്ങൾ എത്ര നല്ല ആരോഗ്യവാനാണ്, നിങ്ങൾക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഏത് തരം രോഗങ്ങൾ നിങ്ങൾക്ക് വരാം എന്നൊക്കെ അസസ് ചെയ്യാൻ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ടാൽ മതിയാവും.